കേരളത്തിൻ്റെ തനതായ ശൈലിയിൽ പണിതുയർത്തിയ ഒരു മനോഹര ഭവനത്തിൻ്റെ കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇൻഫോ വേൾഡ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചുറ്റും വരാന്തയോടുകൂടി 4000 സ്ക്വയർ ഫീറ്റിൽ പണിതുയർത്തിയ ഒരു അത്യുഗ്രൻ വീട്. വേഗം തന്നെ ഈ വീടിന്റെ അകക്കാഴ്ചകളിലേക്ക് പോകാം. അകത്തേക്ക് കയറുമ്പോൾ ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന സുറിയാനിയിൽ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. മറ്റുള്ള വീടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ തോന്നിയ ഒരു പുതു കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വേഗം വാ. ഇതാണ് ഈ വീടിന്റെ പ്രെയർ റൂം. ഒരു ചെറിയ പള്ളിയുടെ അൾത്താര സൂചിപ്പിക്കത്തക്ക രീതിയിലാണ് ഇവിടുത്തെ പ്രെയർ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ ഗൃഹനാഥൻ ഒരു സുറിയാനി തിയോളജി പ്രൊഫസറാണ്. അദ്ദേഹത്തിന്റെ ചിന്തകൾ ഈ വീടിന്റെ കൺസ്ട്രക്ഷനിൽ മൊത്തത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹം ഒരു ക്ലാസിക്കൽ മ്യൂസിഷ്യൻ കൂടിയാണ്. അതുകൊണ്ട് ലിവിംഗ് സ്പേസിലും മറ്റും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ സ്വാധീനവും എടുത്തു പറയേണ്ടത് തന്നെ. മുകളിലത്തെ നിലയിലേക്ക് ചെല്ലുമ്പോഴും അവിടെ വലിയൊരു ലിവിംഗ് സ്പേസ് നമുക്ക് കാണാം. ഇനി നമ്മൾ പോകുന്നത് ഈ വീട്ടിലെ തന്നെ ഒരു ലൈബ്രറി സ്പേസിലേക്കാണ്. അതിനോട് ചേർന്ന് തന്നെ റെക്കോർഡിങ്ങിനും മറ്റുമായി ഒരു റെക്കോർഡിംഗ് റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ ലിവിംഗ് സ്പേസിൽ ഒരു ഊഞ്ഞാലിട്ടേക്കുന്ന പോലെ തന്നെ ഇവിടെ വരാന്തയിലും ഇങ്ങേ കോർണറിലായിട്ട് ഒരു ഊഞ്ഞാല് സെറ്റ് ചെയ്തിട്ടുണ്ട്. പഴമയെ ഓർമ്മപ്പെടുത്തക്ക രീതിയിലുള്ള വരാന്തയും അതിന് മേൽക്കൂരയായിട്ട് ഓടുകൊണ്ടുള്ളൊരു മേൽക്കൂരയും കൊടുത്തിരിക്കുന്നു. കൂടാതെ ഈ ബെഞ്ചും ഈ അരപ്രൈസും ഒക്കെ ശരിക്കും ഒരു ട്രഡീഷണൽ ടച്ച് തന്നെ ഈ വീടിന് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതുപോലുള്ള ഓയിൽ പെയിൻറ്റിങ്ങും അതുപോലെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഈ ഡോറിന് കൊടുത്തിരിക്കുന്ന കൊത്തുപണികളും ശരിക്കും ഈ വീടിനെ റിച്ചാക്കി മാറ്റിയിരിക്കുന്നു. ഒരു ട്രഡീഷണൽ റിച്ച്നെസ് തന്നെ ഈ വീടിന് കൊടുത്തിരിക്കുന്നു. കൂടാതെ ഈ വീടിനെ മനോഹരമാക്കാൻ വേണ്ടി വരാന്തയ്ക്ക് ചുറ്റും കൊടുത്തിരിക്കുന്ന ഇതുപോലുള്ള പങ്കായം പോലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള വസ്തുക്കൾ ഇങ്ങനെ വെച്ചിരിക്കുന്നതും ഇതിനെ കൂടുതൽ മനോഹരമാക്കുന്നു. ഇനി ഈ വീടിന്റെ പുറത്തെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിന്റെ താഴെത്തട്ടിലായി ഒരു തോട്ടം തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം പഴത്തോട്ടങ്ങൾ ഇപ്പോൾ ഒട്ടുമിക്ക വീടിന്റെയും ഒരു പ്രധാന കാഴ്ചയാണ്. അങ്ങനെ ഇന്നത്തെ ഈ കൗതുക കാഴ്ച നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുപോലുള്ള കിടിലൻ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് അനുമോൾ.